Chuttis International Hair Transplant. ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. I am so happy. 7 വർഷം മുന്നേ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. ഇത് പെയിൻഫുൾ ആയിരിക്കുമോ, ആഫ്റ്റർ സൈഡ് എഫക്റ്റ് പോലുള്ള കാര്യങ്ങൾ വരുമോ. പിന്നെ കുട്ടീസിൽ വന്നിട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഒരു സെഷൻ ചെയ്തു. എനിക്ക് 7 മാസമായി, നന്നായിട്ട് ഗ്രോ ചെയ്തു, നല്ലൊരു റിസൾട്ട് വന്നു. 2022 ഓഗസ്റ്റ് ലാസ്റ്റിലാണ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. ഡോക്ടേഴ്സ് ആയാലും ചെയ്യുന്ന ക്ലിനിക്കിലുള്ള എല്ലാ സ്റ്റാഫുകളും നമുക്ക് നല്ല രീതിയിൽ കംഫർട്ട് ആക്കിയിട്ടാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. തിരിച്ച് നമുക്ക് അന്ന് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവുകയും വേണമെങ്കിൽ സ്വയം ഡ്രൈവ് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. പ്രത്യേകിച്ച് പെയിനോ കാര്യങ്ങളൊന്നും ഇല്ല. 4-5 പേര് നമ്മുടെ സറൗണ്ടിങ്സ് ഉണ്ടായിരുന്നു. അവർ വെൽ കെയർ ആണ് ചെയ്തത്. പിന്നെ റെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ ടൈമിനനുസരിച്ചാണ് ചെയ്തിരുന്നത്. ഞാൻ നാട്ടിൽ വെക്കേഷന് പോയ ടൈമിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഷാർജയിലും ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള PRP എല്ലാം നമുക്ക് ഇവിടെ തന്നെ വന്ന് ഇവരുടെ ബ്രാഞ്ചിൽ ചെയ്യാൻ പറ്റും. ഷാർജയിൽ കുട്ടീസിൽ ഞാൻ PRP സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പം എൻ്റെ 10th PRP ഞാൻ ചെയ്യാൻ പോകുന്ന സമയമാണ്. ഓരോ PRPയിലും എനിക്ക് ഡിഫറൻസ് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മികച്ച റിസൾട്ടായിരുന്നു എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നത്. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എൻ്റെ കോൺഫിഡൻസ് തന്നെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് സെഷൻ തന്നെ ഡോക്ടർ പറഞ്ഞതാണ് എനിക്ക് 2 സെഷൻ വേണ്ടി വരും, ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ആയിട്ട്. 7 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കണ്ടിട്ട് കുട്ടീസിൽ വിളിച്ചിട്ട് ഞാനൊരു അപ്പോയിൻമെൻറ്റ് വീണ്ടും എടുത്തു. ദുബായിലുള്ള മലയാളികളും മറ്റു ഭാഷക്കാർ ഞാൻ ഇന്ന് കണ്ടു. റിസൾട്ട് വരുന്നതുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. ഞാനൊരു എക്സാമ്പിളാണ് എൻ്റെ. എനിക്കും ആ റിസൾട്ട് കിട്ടി. എന്ത് സംശയങ്ങളും എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് വരാം കുട്ടീസിലോട്ട്.